നിങ്ങൾക്ക് ഇങ്ങനത്തെ ന്യൂസസ് എങ്ങനെ മാർക്കറ്റിനെ ബാധിക്കുന്നു പ്രോപ്പറായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ FX എന്ന് കമന്റ് ഇട്ടുള്ളൂ. ഫോറക്സ് ഫാക്ടറിയിൽ കലണ്ടർ എന്നുള്ള സെക്ഷനിൽ പോവുക. അവിടെ നമുക്ക് 3 കളറിലുള്ള ഫോൾഡർ കാണാൻ പറ്റും. യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിൽ യെല്ലോ എന്നുള്ളത് ഏറ്റവും ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. നേരെ മറിച്ച് ഓറഞ്ച് എന്നുള്ളത് ഒന്നും പാടി ഒരു മീഡിയം ഇമ്പാക്റ്റ് ആയിരിക്കും മാർക്കറ്റിൽ കാണിക്കുക. റെഡ് എന്നത് ഹൈ ഇമ്പാക്റ്റ് ആയിരിക്കും. ഓരോ ഫോൾഡേഴ്സിൻ്റെ കൂടെ ഡീറ്റെയിൽസ്, ആക്ച്വലി ഫോർകാസ്റ്റ്, അതുപോലെ തന്നെ പ്രീവിയസ് കാണാണ്ട് കാണാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗ്രാഫ് കാണാണ്ടും കാണാൻ പറ്റും. ഇതിൽ ഈ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ന്യൂസും എങ്ങനെയാണ് മാർക്കറ്റിനെ ബാധിക്കുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ആക്ച്വലി എന്നുള്ളത് ആ ഒരു ന്യൂസ് സംഭവിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. എത്രത്തോളം മാർക്കറ്റിൽ ഈ ഒരു മൂവ്മെൻറ്റ് വരാം, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് അനാലിസിസ് ചെയ്ത് ബേസിലായിരിക്കും ആ ഒരു ഫോർകാസ്റ്റ് എന്നുള്ളത് വന്നിട്ടുണ്ടാവുക. പ്രീവിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെയിം ന്യൂസ് മുന്നുണ്ടായത് എത്രത്തോളം മാർക്കറ്റിൽ ബാധിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ എത്ര മൂവ്മെൻറ്റ് ഉണ്ടാക്കി എന്നുള്ളതായിരിക്കും. പിന്നെ ഗ്രാഫ് എന്നുള്ളത് ഏറെക്കുറെ എല്ലാ വന്നിട്ടുള്ള ന്യൂസ് ഇവൻസും അതിൻ്റെ ഹിസ്റ്ററി പ്രോപ്പർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഇനി അങ്ങനെ നമുക്കൊരു ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസ് ട്രേഡിൽ നിന്ന് കമൻറ്റ് ചെയ്തോളൂ. എന്നാൽ ഞാൻ ലൈവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഒരു ന്യൂസ് ഉപയോഗിച്ചിട്ട് അതെങ്ങനെ ആ ഒരു ട്രേഡ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തൊരു ട്രേഡ് ഹിസ്റ്ററി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലുള്ള ഫിനാൻഷ്യൽ കണ്ടന്റുകൾക്കായിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.